മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി, ഐസോമറിസം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല മക്കളെ. ഞാൻ തരുന്ന ഒരു ഉറപ്പാണ്, റാൻസ് തരുന്ന ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. സോ എന്തൊക്കെയാണ് ഐസോമറിസം എന്ന് പറയുന്ന ഒരു ഭാഗത്തെ കുറിച്ചിട്ടാണ് സർ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരൊറ്റ വീഡിയോ മതി, ഐസോമറിസത്തിൽ ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. കൂടെ നിന്നോ. എന്താണ് ഇവിടെ നിന്ന് പഠിക്കേണ്ട ആദ്യത്തെ കാര്യം, എന്താണ് അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ നിർവചനം എന്ന് പറയുന്നത് എന്താടാ? ദ മോളിക്യൂൾസ് ഓർ ദ കോമ്പൗണ്ട്സ് ഹാവിങ് എന്താ പറഞ്ഞത്? കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല but different structural formula are known as isomer. അതായത് ഇങ്ങനെ ഒരു കോമ്പൗണ്ടിൽ സെയിം മോളിക്കുലാർ ഫോർമുലയും ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുല അഥവാ ഒരേ തന്മാത്ര മൂലവും വ്യത്യസ്ത ഘടനാരൂപവുമുള്ള കോമ്പൗണ്ടുകൾക്ക് പറയുന്ന പേരാണ് ഐസോമർ. ആ ഫിനോമിനൊക്കെ വിളിക്കുന്ന പേരാണ് ഐസോമറിസം എന്ന് പറയും. സെറ്റ് അല്ലേ? 3 തരം ഐസോമറിസം നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ ഐസോമറിസം സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറയും. ഏതാടാ? സ്ട്രക്ചറൽ ഐസോമറിസം. എന്താടാ സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറഞ്ഞാല് സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, പക്ഷെ അതിനെന്തായിരിക്കും, ഡിഫറെന്റ് സ്ട്രക്ചർ ആയിരിക്കും. എന്ത് ചെയ്യുക, അഥവാ ചെയിൻ സ്ട്രക്ചറിൽ ഡിഫറൻസ് വരുന്നതാണ് സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുത്തോ C4H10. നിങ്ങളോട് പറയും, ചിലപ്പോൾ പരീക്ഷ പേപ്പർ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഓൾ പോസിബിൾ ഐസോമറിസം ഓഫ് ബ്യൂട്ടൈൻ ഓർ C4H10. C4H10 എന്ന് പറയുന്ന തന്മാത്ര സൂത്രമുള്ള അല്ലെങ്കിൽ ബ്യൂട്ടൈനിന്റെ എല്ലാവിധ ഐസോമറുകളും വരക്കാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കും. അപ്പൊ ആദ്യം എന്ത് ചെയ്യാ, ഇതിന്റെ ലോങ് ചെയിൻ വരക്കാം. 4 കാർബൺ അല്ലേ, വരച്ചു വെച്ചോ. 4 കാർബൺ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 10 ഹൈഡ്രജൻ. എണ്ണം നോക്കി ഹൈഡ്രജൻ കൊടുക്കാം. ദാ 4 ഒരു കാർബണ് 4 വര വരണ്ടേ? സോ 4 കൊടുത്തു. ദാ ഇതല്ലേ ഒന്നാമത്തെ കോമ്പൗണ്ട്. ഇതിന്റെ പേര് പറഞ്ഞു നോക്ക്, CH3 CH2 CH2 CH3. 4 കാർബൺ. സോ എന്ത് ചെയ്യാ, എനിക്ക് എന്ത് വിളിക്കാടാ? ബ്യൂട്ടൈൻ എന്ന് വിളിച്ചൂടെ? ബ്യൂട്ടൈൻ. ഇനി ഇതിന്റെ എന്ത് ചെയ്യണം, ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഐസോമേഴ്സ് വരക്കണം. അതിനെന്ത് ചെയ്യാ, ഇവിടെ ലോങ് ചെയിനിൽ 3 എണ്ണല്ലേ ഉള്ളത്. മെയിൻ ചെയിനില് അടുത്ത മെയിൻ ചെയിനിൽ 3 എണ്ണം ആക്കുക, 3 കാർബൺ ആക്കുക. ഓക്കെ, എന്നിട്ട് ഒരു കാർബണെ പിടിച്ച് ഇതിന്റെ എന്ത് ചെയ്യുക, ബ്രാഞ്ച് ആക്കി കൊടുക്കുക. എന്നിട്ട് ഹൈഡ്രജൻ ഒക്കെ അങ്ങോട്ട് കൊടുക്കുക. ദാ CH3. ഇവിടെ എത്ര എണ്ണം പോസിബിളാ? 1 2 3 എണ്ണം ആയി. അപ്പൊ ഒരു H മതി. ഇവിടെ എത്ര ഉണ്ടടാ? 3 എണ്ണം ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 3 എണ്ണം. ദാ 4 കാർബൺ ഉണ്ട്, 10 ഹൈഡ്രജൻ ഉണ്ട്. ഇതിന്റെ പേരെന്താടാ? ദാ നമ്പർ ഇട്ട 1 2 3. രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നു. സോ 2 മീഥൈൽ എന്താടാ? പ്രൊപ്പൈൻ എന്നല്ലടാ പേര്, 2 മീഥൈൽ പ്രൊപ്പൈൻ. അപ്പൊ C4H10 എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ പോസിബിൾ ആയിട്ടുള്ള ഐസോമേഴ്സ് ഇത് രണ്ടും ആണ്. ഇനി ഏതെങ്കിലും പോസിബിൾ ആണോ? അല്ലല്ലേ? എന്നാ മറ്റൊരു എക്സാമ്പിൾ നോക്ക്, C5H12. ഇതിന്റെ എഴുതണം. ആദ്യം എന്ത് ചെയ്യാ, 5 കാർബൺ വരയ്ക്കുക. എന്നിട്ട് ഹൈഡ്രജൻ അങ്ങ് കൊടുക്കുക, CH3. ഇവിടെ CH2, ഇവിടെ എന്ത് വരടാ? CH2. ഇവിടെ എന്ത് വരും? CH3. ഇങ്ങനെ വന്നൂടെ? ഇനി ഇതിന്റെ പേര് ഇത് 5 എണ്ണം ഉണ്ടായതുകൊണ്ട് പെന്റ് ലാസ്റ്റ് അതിന്റെ പ്രിഫിക്സ് ആയിട്ട് എയിന് കൂട്ടുക. അപ്പൊ പെന്റൈൻ എന്ന് പേര് വരും. ഇനി എന്ത് ചെയ്യാ, 4 എണ്ണം മെയിൻ ഗ്രൂപ്പിലാക്കി, 1 എന്ത് ചെയ്യാ, സബ് ആക്കി കൊടുക്കുക. ദാ എഴുതിക്കോ, ഇവിടെ 4 കാർബൺ. ഓക്കെ, ഇനി എന്ത് ചെയ്യാ, 1 അതിന്റെ എന്ത് ചെയ്യാ, ബ്രാഞ്ച് ആക്കുക. ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 1 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. എന്നിക്കോ 3 4 6 9 12 ആയില്ലടാ. അപ്പൊ ഇതിന്റെ പേരെന്താ? ഇത് രണ്ടാമത്തെ കാർബൺ അല്ലേ? സോ 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഇതായിരിക്കും ഇതിന്റെ പേര്. ഓക്കെ ആണോ? ഇനി ഏതെങ്കിലും ഐസോമറിസം പോസിബിൾ ആണോ? ഐസോമർ പോസിബിൾ ആണോ? ഇവിടെ നോക്ക്, ഈ CH3 മാറ്റി ഇങ്ങോട്ടിട്ട അതും ഐസോമർ അല്ലേ? പക്ഷെ അതിന്റെ പേര് 2 മീഥൈൽ തന്നെയാണ്. നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, ഒരു വട്ടം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഏതെങ്കിലും പോസിബിൾ ആണോ? ഒന്നും കൂടി പോസിബിൾ ആണല്ലടാ. മെയിൻ ചെയിൻ എന്ത് ചെയ്യടാ, 3 കാർബൺ ആക്കുക.
പിന്നെന്ത് ചെയ്യാ, സെൻട്രൽ കാർബണിൽ എന്ത് ചെയ്യാ, 2 കാർബൺ കൊടുത്ത് അതിന് ഹൈഡ്രജൻ കൊടുക്കുക, CH3. ഇവിടെ ഇനി വേണ്ട ഇവിടെ കൊടുക്കുക CH3. അപ്പൊ ഇതിന്റെ പേരെന്താ നോക്ക്, 2,2 ഡൈമീഥൈൽ. 2,2 ഡൈമീഥൈൽ എന്താടാ, പെന്റെയിൻ എന്നാണ് ഇതിന്റെ പേര്. സോ സ്ട്രക്ചറൽ ഐസോമറിസത്തിന് ഇത് രണ്ടും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളോട് ചോദിക്കൂ. വേറെ ഒന്നും നിങ്ങളോട് എന്ത് ചെയ്യില്ല, ചോദിക്കില്ല. ഇനി അടുത്തത് നോക്കടാ, അടുത്തത് നോക്ക്, പൊസിഷൻ ഐസോമർ. ഏതാടാ, പൊസിഷൻ ഐസോമർ. എന്താടാ പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ, സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് പൊസിഷൻ. അതായത് ഡിഫറെന്റ് പൊസിഷനിലായിരിക്കും ആരുണ്ടാവുക, ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ആകുക. എക്സാമ്പിൾ നോക്കിക്കോ, C3H8O. ഏതാടാ, C3H8O. വരച്ചോ, 3 കാർബൺ. ദാ ഇവിടെ 3 ഹൈഡ്രജൻ. ഇവിടെ എത്രടാ, ഇവിടെ 2 ഹൈഡ്രജൻ. ഇവിടെയാടാ ഇവിടെ ദാ 2 ഹൈഡ്രജൻ അല്ലേ, CH3 CH2 CH2OH. ഇതിന്റെ ഫങ്ഷൻ പൊസിഷണൽ ഐസോമറിസം എഴുതാൻ പറഞ്ഞാൽ എന്താ ചെയ്യാ, ഇതിന്റെ പേര് എഴുതടാ ആദ്യം. 3 കാർബൺ ആയതുകൊണ്ട് എന്താടാ, 3 കാർബൺ ആയതുകൊണ്ട് എന്താ, മെത്ത് എത്ത് പ്രൊപ്പ് അല്ലേ, പ്രൊപ്പൈനിലെ ലാസ്റ്റ് ഈ ഒഴിവാക്കി ഓൾ അങ്ങ് കൂട്ടുക, പ്രൊപ്പനോൾ എന്നായിരിക്കും എന്ത് ചെയ്യാ, ഇതിന്റെ പേര് പ്രൊപ്പനോൾ ആയിരിക്കും ഇതിന്റെ പേര്. അടുത്തെന്ത് ചെയ്യാ, ഈ OH പിടിച്ച് ഇതിന്റെ സെന്ററിക്കാണ് കൊണ്ടുപോയിട്ട് ബ്രാഞ്ച് ആക്കി കൊടുക്കുക, CH3 CH, ഒരു H പോയിട്ട് അവിടെ എന്ത് ചെയ്യാ, ഒരു ബ്രാഞ്ച് ദാ CH3. അപ്പൊ ഇതിന്റെ പേരെന്താടാ, പ്രൊപ്പാൻ 2 ആയിരിക്കും. എന്തായിരിക്കുംടാ, പ്രൊപ്പാൻ 2 ആയിരിക്കും. ഇത് മാത്രം ഏതിന് ചോദിക്കൂ, പൊസിഷണൽ ഐസോമറിസത്തിൽ ചോദിക്കൂ. ഇവിടുന്നും ഡെഫിനിഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു എക്സാമ്പിള് വേറെ ഏതും ചോദിക്കില്ല, ഇത് മാത്രമേ ചോദിക്കൂ. ഓക്കേടാ, ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തതാടാ ഫങ്ഷണൽ ഐസോമർ. എന്താടാ ഫങ്ഷണൽ ഐസോമർ? എന്താ ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാ. സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, അല്ലെങ്കിൽ സെയിം സ്ട്രക്ചറൽ ഫോർമുല ആയിരിക്കും, ബട്ട് അതിന്റെ എന്തായിരിക്കും, ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്ക്, C3H8O തന്നെ എടുത്തോ. ഇതാണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല. ആദ്യത്തെ വരക്ക് CH3 CH2 CH2OH. ഇതിന്റെ പേര് നമ്മൾ പഠിച്ചു, പ്രൊപ്പനോൾ എന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്ത് ചെയ്യാ, ഈ ഓനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാ, ഇവിടെ ഈ ഓലയെ അതിനെ പിടിച്ച് ഇതിന്റെ സെന്ററിൽ അങ്ങോട്ട് ഇട്ടുകൊടുക്കടാ, CH3 CH2O CH. ഇവിടെ 2 അടുത്തൊരു H കൂടി CH3. ഇതെന്താ, ഇതിന്റെ പേരെന്താ നോക്ക്, ഇത് മെത്ത്. സോ മെത്തോക്സി. നമ്മൾ ഈ ഈതറിന്റെ ഇന്നത്തെ ലൈവില് ഡിസ്കസ് ചെയ്യും, ഇതിന്റെ നെയിമിംഗ് ഒക്കെ ലൈവില് ഡിസ്കസ് ചെയ്യും. മെത്തോക്സി എന്താടാ, ഈഥൈൻ ആയിരിക്കും എന്ത്, ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര്. സോ C3H8 എന്ന ഇമ്പോർട്ടന്റാ. നാളത്തെ പരീക്ഷക്ക് ഐസോമറിസം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാ, പ്രതീക്ഷിക്കാം. ഒരിക്കലും വിട്ടുകളത്, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാ. ഇത് മാത്രമേ ചോദിക്കൂ മക്കളെ, ഇത് മാത്രമേ നിങ്ങളോട് എന്ത് ചെയ്യുള്ളൂ, ചോദിക്കൂ. വേറെ ഒന്നും എന്ത് ചെയ്യില്ല, ചോദിക്കില്ല. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.